ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് അടുത്തതായിട്ട് സംഭവിക്കുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയാം. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് തിങ്ക് ചെയ്തുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യമേ ആ ഒരു മേജർ ഒറാക്കിൾ കാർഡ്സ് എന്താണ് പറഞ്ഞു തരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന 3 കാർഡ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ സ്റ്റാൻഡ് സ്റ്റിൽ, സെക്കൻഡ് വൺ പ്യൂരിഫിക്കേഷൻ ആൻഡ് തേർഡ് വൺ മിറാക്കിൾസ് എന്നുള്ള കാർഡാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതോ തരത്തിലുള്ള ഒരു ഡിവൈൻ കണക്ഷനുള്ള റിലേഷൻഷിപ്പ് തന്നെയാണിത്. മേ ബി ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ചാൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരുപാട് നാളുകളായിട്ട് ഒരു സ്റ്റക്ക് എനർജി ഉണ്ടായിട്ടുണ്ടാവും. അതായത് ഒന്നില്ലെങ്കിൽ നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലൂടെ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണും നിങ്ങളും തമ്മിൽ പഴയ ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ പണ്ട് നിങ്ങൾ എങ്ങനെയായിരുന്നോ ആ ഒരു രീതി മിസ് ചെയ്ത് രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്ന ഒരു എനർജി അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരുപാട് നാളുകളായിട്ട് ഒരു അനക്കമില്ലാതെ നമ്മൾ പൊടി പിടിച്ച് കിടക്കുക എന്ന് പറയില്ല, ആ ഒരു രീതിയിൽ ഇതൊന്ന് സ്റ്റക്കായി പോകാൻ സാധ്യതയുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു എനർജി നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഇവിടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് വരാനുള്ള കാര്യം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണായിട്ട് റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിന്നതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഈഗോ കൊണ്ടോ ഒക്കെ പരസ്പരം കമ്മ്യൂണിക്കേഷൻ വേണ്ട എന്ന് വെച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. ഒരുപക്ഷെ ആ ഒരു പേഴ്സണാണ് ആദ്യമായിട്ട് നിങ്ങളിൽ നിന്ന് അകന്ന് പോയതെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ നിങ്ങളും പതിയെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ചെയ്ത് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയിലേക്ക് മാറിയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ വന്ന് സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥ ആയിക്കോട്ടെ, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അറിയാത്ത പുതിയ പുതിയ മേഖലകളിലേക്ക് നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ ഇമോഷണൽ വൈസ് നിങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുണ്ടാവാം, സ്പിരിച്വൽ വൈസ് സ്ട്രോങ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു കരിയറിലേക്ക് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മനോദുഃഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ വേറെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറയുമ്പോൾ ആ ഒരു സന്തോഷവും സങ്കടവും രണ്ടും ഒരേപോലെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട്. സ്റ്റിൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്റ്റായി കിടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചധികം പേർക്കെങ്കിലും ഒരു സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു സോൾ ടൈ കണക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു രീതിയിലുള്ള ഒരു ബന്ധമായിരിക്കാം ഈ ഒരു പേഴ്സണുമായിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്നാണെന്നുണ്ടെങ്കിലും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കും ചെയ്തു തന്നിട്ടുണ്ട്. നിങ്ങളും അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ പ്രോസ്പെരിറ്റി ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം സഹായമായിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. തീർച്ചയായിട്ടും ഒരു വശത്തേക്ക് മാത്രം എല്ലാം പോകുന്നു, ഒരാളൊന്നും ഇല്ലാതെ നിൽക്കുന്നു എന്നുള്ളൊരവസ്ഥയല്ല. രണ്ടു പേർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്, ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ വ്യക്തികൾക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവുക നിങ്ങളുടെ ഒരു 30കൾക്ക് ശേഷമായിരിക്കും. ആ ഒരു ഏജ് അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി ഒരു ഏജിലേക്ക് കടക്കുമ്പോഴായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഏജിലായിരിക്കാം നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടാവുക.
അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളൊരു പേഴ്സണാണ്. അവരെ തീർച്ചയായിട്ടും ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ പരിചയപ്പെടേണ്ടുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് റോളുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അവരെ പരിചയപ്പെട്ടത് ഒരു സോഷ്യൽ മീഡിയ കണക്ഷൻ കൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ത്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കൊളീഗായിട്ട് വന്നതായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവർ കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളിലേക്ക് എത്തേണ്ടുന്ന ഒരു പേഴ്സണായിരുന്നു. ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിയതിന് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഇനി ഇവർ നിങ്ങളുടെ ഒരു ക്ലാസ്മേറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ സ്കൂൾ ടൈമിലൊക്കെ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടോ അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങളുടെ കണക്ഷൻ ഒരുപാട് നാൾ സ്റ്റോപ്പായി നിന്നിട്ടുണ്ടാവാം. പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഏജിലേക്ക് എത്തിയപ്പോഴായിരിക്കും ഇവർ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവുക. അതായത് നിങ്ങളുടെ ബന്ധം ഒരു പ്രണയം, അല്ലെങ്കിൽ ഒരു ദാമ്പത്യം, ഒരു റിലേഷൻഷിപ്പ് ഇതൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവുന്നത് ആ ഒരു മിഡിൽ ഏജ് കാലഘട്ടത്തിലായിരിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ബെറ്റർ ഹാഫ് എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുത്തിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ നിങ്ങൾ കണ്ടിരുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ ഇനി എത്ര പേര് വന്നു കഴിഞ്ഞാലും മറ്റൊരാളെ നിങ്ങൾക്ക് ആ ഒരു പ്ലേസിലേക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇവരാണ് നിങ്ങളുടെ ഒരു സോൾമേറ്റ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വന്നിട്ടുള്ള ഒരു പേഴ്സൺ. അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രസൻറ്റ് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്യൂരിഫിക്കേഷൻ നമുക്ക് കാണാം. അപ്പോൾ അതായത് നിങ്ങൾ രണ്ട് വ്യക്തികളുടെ ഒരു പ്യൂരിഫിക്കേഷൻ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്യൂരിഫിക്കേഷൻ മാത്രമല്ല, ആ ഒരു സോളിൻ്റെ പ്യൂരിഫിക്കേഷനും കൂടി ഇവിടെ നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്യൂരിഫിക്കേഷൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മറ്റൊരു തലം എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ വരുന്ന പല ഇൻസിഡൻസും നമ്മൾക്ക് ചിലപ്പോൾ വിഷമകരമായേക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇമോഷണൽ പെയിൻ അനുഭവിക്കുന്ന സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ കൂടിയും ഇതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള ഉദ്ദേശശുദ്ധി ഉണ്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പെയിൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം, അതുപോലെ ആ ഒരു പേഴ്സൺ അനുഭവിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സുതാര്യത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. എന്തായിരുന്നോ നിങ്ങൾ പാസ്റ്റിൽ, അതെല്ലാം മാറി പറഞ്ഞ് തികച്ചും രണ്ട് അന്യ വ്യക്തികളെ പോലെ ആയി മാറിയിട്ടുണ്ടാവാം. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ നമ്മൾ ഒരുപാട് പെയിനും കാര്യങ്ങളൊക്കെ സഹിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരമ്മ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ഒരുപാട് പെയിൻ സഹിച്ചിട്ടാണ് ആ കുഞ്ഞിന് നമ്മൾ ജന്മം നൽകുന്നത്. അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് പുതിയൊരു ജന്മം, അല്ലെങ്കിൽ പുതിയൊരു വ്യക്തിയെ നമ്മൾ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു വേദന കംപ്ലീറ്റ് സഹിച്ചത്. അപ്പോൾ ആ ഒരു പെയിൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സന്തോഷവും നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾക്കിവിടെ വരുന്ന കുറേ പെയിൻ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നു, ഈ ഒരു വ്യക്തി എന്തിനാണ് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നത്, ഇങ്ങനെ മാറിപ്പോകാനാണെങ്കിൽ എന്തിന് ഇവർ എൻ്റെ ലൈഫിൽ വന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇതിൻ്റെ എല്ലാം ആ ഒരു അൾട്ടിമേറ്റ് പ്രോസസ്സ്, അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ന് കൂടി നമ്മൾ ഒരു നിമിഷം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു 100 റിലേഷൻഷിപ്പ് കൺസിഡർ ചെയ്തെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100ഉം ഇത്തരം ഒരു സ്വഭാവമുള്ളതായിരിക്കില്ല, അല്ലെങ്കിൽ 100ൻ്റെയും ഒരു എൻഡിക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയോ ഇങ്ങനെ ആവണം എന്നില്ല. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പർപ്പസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലത് നമ്മളുടെ നന്മയ്ക്കായിരിക്കാം, ചിലത് നമ്മളുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടായിരിക്കാം, ചിലത് നമ്മളുടെ തിന്മയ്ക്കായിരിക്കാം, നമ്മൾ തിരിച്ചറിയാനായിരിക്കാം. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഓരോരോ സ്വഭാവങ്ങളുണ്ട്. അത് നമ്മൾ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് പറയാനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില റീഡിങ്സിനകത്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് പേരുടെ എനർജി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അപ്പോൾ വയ്ക്കുമ്പോൾ കിട്ടുന്ന സ്പ്രെഡ് എന്താണോ അതിനകത്ത് ആ ഒരു മുൻപിൽ നിൽക്കുന്ന എനർജിയുള്ള വ്യക്തികളുടെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. അത് കൂടുതലും പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് വൈബുള്ളതോ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതോ ഒക്കെ ആയിട്ടുള്ളതാണെങ്കിൽ ആ ഒരു രീതിയിലും വരാം. പക്ഷേ എന്ന് കരുതി ഒരുപാട് ടോക്സിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പക്ക ഫ്രോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ കൺസിഡർ ചെയ്തപ്പോഴും ഇരിക്കരുത്. അപ്പോൾ ഇതിവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ റീഡിങ് ചെയ്യുമ്പോഴും അതിനകത്ത് വരുന്ന എനർജീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ബിഹേവിയർ ആയിരിക്കാം, നിങ്ങളുടെ ക്യാരക്ടർ ആയിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം, ഇതെല്ലാം നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ളത് കൊണ്ടാണ്. ചിലതിനകത്ത് നമ്മൾ ക്ലൂസ് എടുക്കാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്കൊരു അക്യുറസി കിട്ടാൻ, അല്ലെങ്കിൽ ഏകദേശം നിങ്ങളുടേതാണോ എന്നുള്ളത് നമുക്ക് സിറ്റുവേഷൻ കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സ്പ്രെഡ് വെക്കുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് കാണുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ കണ്ണിൽ പെടുന്നത്, അതെല്ലാം പറയുന്നത് നിങ്ങൾക്കൊരു അറിവുണ്ടാവാൻ, അല്ലെങ്കിൽ നിങ്ങളുടേതാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ എങ്കിൽ പോലും ചില കമൻസിലൊക്കെ ഞാൻ കാണാറുണ്ട്. കാരണം ചിലപ്പോൾ റീഡിങ് വളരെ പോസിറ്റീവായിരിക്കും, അല്ലെങ്കിൽ ആ വന്ന വ്യക്തി അതിനകത്ത് നമുക്ക് കാണുന്ന വ്യക്തി ചിലപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരുപാട് ചീറ്റിംഗ് ഒന്നും നടത്താത്ത ഒരു പേഴ്സണെയാണ് കാണുന്നതെങ്കിൽ പോലും ഈ ഒരു പാർട്ട്ണറുടെ അടുത്ത് നിന്ന് ഒരു ചീറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഏറ്റുവാങ്ങിയ പേഴ്സൺസ് അതുമായിട്ട് വല്ലാതെ കമ്പയർ ചെയ്യാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു നമുക്ക് റീഡിങ്ങിനകത്ത് വന്നിരിക്കുന്ന വ്യക്തിയും അവരുടെ റിയൽ ലൈഫിലുള്ള വ്യക്തിയും തമ്മിൽ കമ്പയർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സൺ ഒരുപാട് ഫ്രോഡാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ നമ്മളുടെ റീഡിങ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഒരു തരത്തിലേക്ക് വഴി തിരിച്ചു വിടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പേഴ്സൺ ഒരു ചീറ്റ് ചെയ്ത വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു ഫ്രോഡ് ടൈപ്പ് ക്യാരക്ടറാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ലാത്തൊരു റീഡിങ് വരുമ്പോൾ നിങ്ങളുടേതല്ല എന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ നമുക്കിനി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നാളുകളായിട്ട് ഒരനക്കമൊന്നും ഇല്ലാതെ പൊടി പിടിച്ച് കിടക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിൽ ആ ഒരു പഴയ ഇൻറ്റിമസിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആ ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ കാണുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ടാവാം. ഒരുപാട് സഫറിങ്സ് ഉണ്ടായിട്ടുണ്ടാവാം, ഏതെങ്കിലും തരത്തിലുള്ള ഗെയിൻ ഉണ്ടായിട്ടുണ്ടാവാം, അതെല്ലാം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഒരു സോൾ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്, ആ ഒരു ശുദ്ധീകരണം നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ നിങ്ങൾ എന്തായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല നിങ്ങളിപ്പോൾ. ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് മാറിപ്പോയിട്ടുണ്ടാവാം, ഇമോഷണലി നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റം നിങ്ങൾക്കുണ്ടായതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പേഴ്സണും അവരുടെ ലൈഫിൽ ഇതിനോടകം തന്നെ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നത് ആ ഒരു മിറാക്കിൾസ് എന്നുള്ള കാർഡാണ്. ഒരുപാട് അത്ഭുതമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വരാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം ആ ഒരു തരത്തിലേക്കാണ് മാറാൻ പോകുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിന് ഇനി ഭാവി ഉണ്ടാവില്ല എന്ന് ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ കരുതിയിരുന്നവരായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഇപ്പോഴും കരുതുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഏത് തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ ഇനി തിരികെ വരിക എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു വളരെ വണ്ടറായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അത് സംഭവ്യമാകുമോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുമായിട്ട് അത്രയും ഇൻറ്റിമസിയിൽ നിന്നിരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ഒരു ലൈഫിലെല്ലാം എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് തന്നിട്ടുള്ള ആ ഒരു പേഴ്സൺ ഒരു ഘട്ടം എത്തുമ്പോൾ മാറി ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് അവർ ഒന്ന് കൺഫ്യൂസ്ഡ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ലൈഫിലൊരു മാറ്റം തന്നെ സംഭവിക്കുന്നുണ്ട്. അതായത് അവിടെ നമുക്ക് ഒരിക്കലും ആ ഒരു പേഴ്സണെയും കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അവർ ആ ഒരു രീതിയിൽ മാറി ചിന്തിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനിടയിലേക്ക് മറ്റേതെങ്കിലും ആളുകൾ വരിക, ഇതെല്ലാം സംഭവിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. നമുക്ക് ആ ഒരു 3 ഓഫ് കപ്സിൻ്റെ എനർജി ആയിക്കോട്ടെ, അതുപോലെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ആയിട്ട് അതൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ആ ഒരു 3 വന്നിട്ടുണ്ട്. ഒരു 2 ആയിട്ട് നിൽക്കേണ്ടുന്ന ആ ഒരു സ്ഥലത്തേക്കൊക്കെ 3യുടെ പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളിലേക്ക് മറ്റൊരു വ്യക്തിയോ മറ്റൊരു സാഹചര്യമോ ഒക്കെ കയറി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കയറി വന്നിട്ടുള്ള ആ ഒരു സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആക്കിയത്. അല്ലെങ്കിൽ ഒരു നിമിഷത്തേക്കെങ്കിലും അവർ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ അല്ലെങ്കിൽ വഴിമാറി പോകാനൊക്കെ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചോ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ടാവും. അതായത് ഈ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളെ വിട്ട് പോവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ടിൽ എൻഡ് ഇങ്ങനെ പോകുമെന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവും. കാരണം അത്രമേലൊരു അഷുറൻസ് അല്ലെങ്കിൽ ഒരു കെയറൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നറിഷ് ചെയ്ത് കൊണ്ടുനടന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് പെട്ടെന്നൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അവരുടെ ഒരു ലൈഫ് ചേഞ്ച് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന പോലെ ഒരു സംഭവമാണ് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൽ അവർ പെട്ടുപോയത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ട്രാപ്പ് ചെയ്തിരിക്കുന്ന കാർഡ് കാണാം. അതായത് അവരുടെ ഒരു കണ്ണും കൈയും കെട്ടിയൊരവസ്ഥയാണ്. അവർ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് അങ്ങോട്ട് പോയി. നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല, നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും നിങ്ങൾ കരുതിയിട്ടുണ്ടാവില്ല ആ ഒരു പേഴ്സൺ അങ്ങനെ മാറിപ്പോകാനായിട്ട് കഴിയുമെന്നുള്ളത്. പക്ഷെ അവരങ്ങനെ പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് പോയത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു എന്താ പറയുന്നത് ബുദ്ധിമോശമായിരിക്കാം. അപ്പോൾ എന്ത് സാഹചര്യമാണെന്ന് ഇവിടെ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ടില്ലെങ്കിൽ കൂടിയും അവരങ്ങനെ ആ ഒരു രീതിയിലേക്ക് മാറിപ്പോയത് കൊണ്ട് തന്നെ അവരതിനകത്ത് സഫർ ചെയ്തു എന്നുള്ളതാണ്. പെട്ടെന്ന് അവരുടെ ലൈഫിലേക്ക് കയറി വന്ന, അല്ലെങ്കിൽ അവരുടെ മൈൻഡിലേക്ക് കയറി വന്ന ഒരു സഡനായിട്ടുള്ള കാര്യം തന്നെയാണ് അവരെ വഴിതിരിച്ച് വിട്ടത്. അതിനകത്ത് അവർ പോയപ്പോൾ പിന്നെ നമ്മൾ ചെളി ചവിട്ടിയ അവസ്ഥയായി. പിന്നെ അത് കഴുകാതെ തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ആയിപ്പോയി.
അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങൾ തമ്മിൽ യാതൊരു കോൺടാക്റ്റും ഇല്ലെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ പലപ്പോഴും നിങ്ങളെ ഓർത്തിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ചിന്തിക്കുന്നു, നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ ഇല്ലാത്തതിൻ്റെ മിസ്സിങ് എത്രത്തോളം ഉണ്ടോ അതിനേക്കാൾ ഒരു പടി കൂടിയായിരിക്കും ആ ഒരു പേഴ്സണെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാവുക. അവർ നിങ്ങളിലേക്ക് നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതായത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉള്ള പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഡെയിലി റൂട്ടീൻ ആയിരിക്കാം. ഇതിലൊന്നും പലപ്പോഴും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്രത്തോളം അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കൺസേൺ ആണ്, അല്ലെങ്കിൽ അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അത്രയധികമായിട്ട് ചിന്തിക്കുന്നതാണ് നമുക്ക് അവരുടെ ഒരു പ്രസൻറ്റ് എനർജി ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പേഴ്സണെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു മുൻപുള്ളൊരു സമയം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു പാസ്റ്റിലേക്ക്, ഒരു റീസെൻറ്റ് പാസ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഈ ഒരു പേഴ്സണ്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുവരണം, ഇതിലേക്ക് ഇനി വരാൻ കഴിയുമോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ തന്നെ പോയാൽ മതിയോ, അങ്ങനെ ആകെ ഒരു എത്തും പിടിയും ഇല്ലാത്തൊരു അവസ്ഥയിലൂടെ ഈ ഒരു പേഴ്സൺ കടന്നു പോയതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഒന്നും അറിയാതെ ഒരു സ്റ്റാഗ്നൻ്റ് എനർജി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നിർവികാരമായിട്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലൂടെ ഈ ഒരു പേഴ്സൺ സഞ്ചരിച്ചിട്ടുണ്ട്. അവർക്കൊരു എത്തും പിടിയും കിട്ടാതെ അവർ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊരു ഡിറ്റർമിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു കാഴ്ചപ്പാടുണ്ട്. അവർക്കൊരു ഫോക്കസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഒരു തീരുമാനം എടുക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പോലെ അവർ ആ ഒരു ചെടി വളർത്തിക്കൊണ്ടുവരാൻ നോക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷ അതിനകത്ത് അർപ്പിച്ചവർ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്കിവിടെ കാണുന്നത്. ഇവിടെ ആ ഒരു ചെടി എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രോയിങ് പീരീഡ്, അല്ലെങ്കിൽ അതിലേക്ക് അവർ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്, അതിൻ്റെ ഫ്യൂച്ചറിലേക്ക് അവർ കണ്ണു നട്ടിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് വന്നിട്ടുള്ളത് ഒരു ഫിനാൻഷ്യൽ മാറ്ററോ അല്ലെന്നുണ്ടെങ്കിൽ മണി മാറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ അതെല്ലാം മറികടന്ന് മുന്നോട്ട് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. എന്ത് കാര്യമാണോ നിങ്ങളിലേക്ക് വരാനായിട്ട് തടസ്സമായിട്ട് നിന്നത് അതെല്ലാം വെട്ടിമാറ്റി വരാൻ, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത് പോലെ വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് നോക്കുമ്പോൾ ക്ഷമയില്ല, ഒട്ടും ക്ഷമയില്ല. എങ്ങനെയെങ്കിലും ഇത് പഴയതുപോലെ ആയാൽ മതി എന്നാണ്. എങ്കിലും അവർ സാരില്ല, കാത്തിരിക്കാൻ ഞാൻ ഒരുക്കമാണ്. ആ ഒരു പേഷ്യൻസ് നമുക്ക് കാണാം. രണ്ട് എനർജി നമുക്കവിടെ മിക്സ്ഡപ്പ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എത്രയും വേഗം നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എത്രയും വേഗം നമ്മൾ പെട്ടെന്ന് ഓടിപ്പാഞ്ഞ് വരിക എന്ന് പറയില്ല, ആ ഒരു രീതിയിൽ വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ മാറിപ്പോകാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി പോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്നതായിരിക്കും. ആ ഒരു പേഷ്യൻസ് അവർക്കുണ്ട്. രണ്ടവസ്ഥയിലൂടെ അവർ സഞ്ചരിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ അവർ മാത്രമല്ല, നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിലായിരിക്കാം ചിന്തിക്കുന്നത്. കാരണം ചില പ്രത്യേക മൊമെൻറ്റ്സ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ വല്ലാതെ മിസ് ചെയ്യുന്ന ഒരു അവസരത്തിലൊക്കെ ഓടി അവരുടെ അടുത്ത് എത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ ചില സമയങ്ങളിൽ നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവാം, സമയം എടുത്തോട്ടെ എന്നാലും വന്നാൽ മതി എന്നൊരു തോട്ട് നിങ്ങൾക്ക് പോയിട്ടുണ്ടാവാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ കാര്യം. ചില സമയത്ത് ഒരുപാട് ഒരു അക്ഷമയായിട്ട് എത്രയും വേഗം വരണം എന്നുള്ളൊരു അവസ്ഥ നമുക്ക് കാണാം. ചില സമയത്ത് ഇതെല്ലാ പ്രോസസ്സും ശരിയാവട്ടെ, ഞാൻ കാത്തിരിക്കാം എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ലാസ്റ്റ് കാർഡ് മിറാക്കിൾസ്, ആ ഒരു ഒറാക്കിൾ കാർഡ് പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മിറാക്കിളായിട്ട് ഈ ഒരു പേഴ്സൺ തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള പ്രോസസ്സ് നമ്മളിവിടെ നോക്കുമ്പോൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു പേഴ്സണ് ഒരു ഡിറ്റർമിനേഷൻ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു ഡിറ്റർമിൻ മൈൻഡിലേക്ക് പോകാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതെല്ലാം നമുക്കിവിടെ കാണാം. അപ്പോൾ ഇനി നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈമിലേക്ക് ഓരോരുത്തർക്കും അത് ഓരോ സമയമായിരിക്കാം. ആ ഒരു പേഴ്സൺ ഒരു മിറാക്കിളായിട്ട് കടന്നു വരും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ്, എനർജീസ് എല്ലാം നിങ്ങളുടേത് തന്നെയാണോ നോക്കുക. വളരെ ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഡിവൈൻ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു സോൾമേറ്റ് കണക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ ആ ഒരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ടാവും. അതിപ്പോൾ ഞാൻ പറയുമ്പോഴല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളപ്പോഴേ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്കുണ്ട്. ഒരു കണക്ഷൻ ഫീലിംഗ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.